ചരിത്രത്തിലേക്കുള്ള ഒരു വിലാപയാത്രയായിരുന്നു അത്. മഴയും വിശപ്പും ദാഹവും മറന്ന് ജനനേതാവിനെ ഒരു നോക്കു കാണാൻ ജനങ്ങൾ കടൽ പോലെ ഒഴുകിയെത്തി. 30 മണിക്കൂർ എടുത്താണ് വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്ന് പുതുപ്പള്ളിയിലെത്തിയത്. ജനങ്ങളോടുള്ള ഉമ്മൻചാണ്ടിയുടെ ബന്ധത്തിന് അവർ നൽകിയ സ്നേഹമായിരുന്നു ആ ജനസാഗരം. ആ രംഗങ്ങൾ മലയാളിക്കൊരിക്കലും മറക്കാനാകില്ല. വിലാപയാത്ര കടന്നുപോകുന്ന വഴികളിലൊക്കെയും ഉമ്മൻചാണ്ടിയെ അവസാനമായി കാണാൻ തടിച്ചുകൂടിയ പതിനായിരങ്ങൾ. വാഹനത്തിന് പിന്നാലെ കരഞ്ഞുകൊണ്ടോടുന്ന അച്ഛനും മകനും, വാക്കുകൾ ഇടറി നിൽക്കുന്നവർ. ജനങ്ങൾക്കൊപ്പം എക്കാലത്തും നിലകൊണ്ട, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ രാഷ്ട്രീയത്തിനതീതമായി ആത്മാർത്ഥമായി ശ്രമിച്ച നേതാവിനോടുള്ള സ്നേഹവായ്പകളായിരുന്നു വിലാപയാത്രയിൽ ഉടനീളം കണ്ടത്. ചരിത്രമായ ഒരു വിലാപയാത്രയായിരുന്നു അത്. തിരുവനന്തപുരത്ത് നിന്ന് 2023 ജൂലൈ 19 രാവിലെ 7:30 പുറപ്പെട്ട വിലാപയാത്ര അന്നേ ദിവസം വൈകിട്ട് കോട്ടയത്തെത്തുമെന്നാണ് കരുതിയത്. എന്നാൽ ജനം കടലുപോലെ ഒഴുകിയെത്തിയതോടെ എല്ലാ കണക്കുകളും തെറ്റി. വിലാപയാത്ര 150 കിലോമീറ്റർ ദൂരം താണ്ടാനെടുത്തത് 30 മണിക്കൂർ. ജനങ്ങളോടുള്ള ഉമ്മൻചാണ്ടിയുടെ ബന്ധത്തിന് അവർ നൽകിയ പ്രതിഫലമായിരുന്നു ആ സ്നേഹാദരം. ജനനേതാവിന്റെ വിലാപയാത്ര ഇടവേളകളില്ലാതെയാണ് 24 സംപ്രേഷണം ചെയ്തത്. ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളായിരുന്നു എവിടെയും. സ്നേഹവും കാരുണ്യവും സഹാനുഭൂതിയുമായിരുന്നു ഉമ്മൻചാണ്ടി എന്ന നേതാവിനെ വ്യത്യസ്തനാക്കിയത്. മഴയെ അവഗണിച്ച് വിശപ്പും ദാഹവും മറന്ന് കണ്ണീരോടെ ജനം കാത്തുനിന്നത് അവരുടെ പ്രിയ നേതാവിനെ ഒരു നോക്കു കാണാനായിരുന്നു. ജനകീയത മുഖമുദ്രയാക്കിയ നേതാവിന് ജനങ്ങൾ നൽകിയ ഹൃദയാഭിവാദ്യമായിരുന്നു തീർത്തും വൈകാരികമായ ആ യാത്രയയപ്പ്. വർഷം ഒന്നാകുമ്പോഴും നിലയ്ക്കുന്നില്ല ആ ഒഴുക്ക്. പ്രിയ നേതാവ് അന്ത്യവിശ്രമം കൊള്ളുന്നയിടത്തേക്ക് ദിനംപ്രതി 100 കണക്കിന് പേർ ഇപ്പോഴും എത്തുന്നത് മറ്റൊരപൂർവത. മരണശേഷവും മായ്ക്കാനാകാത്ത ജനകീയത. റിസർച്ച് ഡെസ്ക് 24.